ക്രിസ്തീയ ശിഷ്യത്വം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ധ്യാനത്തിലെ റെക്കോർഡിങ്സ് ഓഡിയോ വഴിയായിട്ടും അത് പോകുന്നുണ്ട്. ഓഡിയോ വഴിയായിട്ടും വിവിധ ഇടങ്ങളിലേക്ക്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ അത് കേൾക്കുന്ന, അത് ചെയ്യുന്നത് മറ്റ് സഹോദരങ്ങളാണ്. ആ ശുശ്രൂഷകളെ ഓർത്തും ദൈവമക്കൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാനായി നാം വിളിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടു സ്വർഗത്തിൽ പോകുക എന്ന ആശയം ശരിയായ ആശയമാണ്. എന്നാൽ സ്വർഗത്തിൽ പോകുന്നതിന് മുൻപ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുദിനം അവർ കൺഫോംഡ് ആകണം, അനുരൂപപ്പെടണം എന്നതാണ്. അതാണ് ലക്ഷ്യം. അതിനായിട്ടാണ് നമ്മളെ ഈ രക്ഷയിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അവര് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. ഞാൻ അങ്ങനെ പ്രമുഖമായിട്ട് പറയാൻ കാരണം, നല്ല ശതമാനം ആളുകളുടെ ഉള്ളിൽ ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ ചെല്ലണം. കുഴപ്പമില്ല, സ്വർഗത്തിൽ പോകണം, രക്ഷിക്കപ്പെട്ടവർ സ്വർഗത്തിലെത്തും. പക്ഷേ ഇവിടെ നമുക്കൊരു ഗോൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുപോലെ ഈ തരുണത്തിൽ ഒരു കാര്യം കൊണ്ട് ഞാൻ ഓർപ്പിക്കാം. ശരിക്ക് അല്ലെങ്കിൽ കൃത്യമായി ദൈവവചനപ്രകാരം നാം രക്ഷിക്കപ്പെടണം. അങ്ങനെ പറയാൻ കാരണം, ഞാൻ അനേക ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് ഒരു ദൈവദാസനുമായിട്ട് അല്പസമയം സംസാരിച്ചു. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചതാണ്: എന്തുകൊണ്ടാണ് ഈ രക്ഷിക്കപ്പെടുന്നവർക്ക് ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയില്ലാത്തത്? പേടിയാണ്. മരണാനന്തര ജീവിതത്തിലേക്ക് വരുമ്പോൾ ഭയമാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ടു നാളുകളായിട്ട് വേർപെട്ട സഭ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാനസിക സ്ഥിതി? അപ്പം അതിനകത്ത് പല കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. എങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ടായിരുന്നു അതോ ഏതെങ്കിലും ഒരു വേർപെട്ട സമൂഹത്തിന്റെ ഭാഗമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു? ഇത് വളരെ വളരെ ഡിസെപ്റ്റീവാണ്, ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് വേർപെട്ട സമൂഹത്തിലുള്ളവർ ആ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് ചിന്തിക്കണം എന്നതാണ് ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് പറയാൻ ശ്രമിച്ചത്. ശരിയായിട്ടും രക്ഷിക്കുന്ന വിശ്വാസം ഒരുവനിലുണ്ടായാൽ അതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ദൈവവചനം കൃത്യമായി അനുസരിക്കുക എന്നുള്ളതാണ്. യഹൂദന്മാരുടെ പള്ളിയിൽ കയറി അതിശക്തമായി കർത്താവ് ഒരു പ്രസംഗം പ്രസംഗിച്ചു. എല്ലാ മത ആചാരങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്ന, പുറത്തു നോക്കിയാൽ നല്ല ആത്മീകരായിരിക്കുന്ന ആളുകളോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ്. നമ്മളെ സംബന്ധിച്ചുള്ള അതൊക്കെ ഷോക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഒരു കൂടിവരവില് ഒരു ഉപദേശി വന്ന് എഴുന്നേറ്റ് നിന്ന്, നിങ്ങൾ ആരും സ്വർഗത്തിൽ പോകുന്നതായിട്ട് ഞാൻ കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ വിഷയം ഉണ്ടാക്കും. അവരും വിഷയം ഉണ്ടാക്കി. യോഹന്നാൻ 8 ഞാൻ അല്പമായിട്ടൊന്ന് സൂചിപ്പിക്കുന്നത്. വിഷയം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം 59-ാമത്തെ വാക്യത്തിൽ
അവർ കല്ലെടുത്ത് കർത്താവിനെ എറിയാൻ ഭാവിച്ചു വന്ന. പക്ഷെ കർത്താവ് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോയി. പള്ളിക്കകത്ത് കല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ടി വന്ന കല്ലൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദൂതുകളും എല്ലാം പറഞ്ഞാൽ കയറി കിട്ടും. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എത്ര ആത്മികരാണ് അവര്. അവരോട് കർത്താവ് പറയാണ്, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ വരത്തില്ല. അപ്പൊ ഇങ്ങനെ കട്ടിക്ക് കയറി കർത്താവ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ 8-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം പറയുന്നത്, അവരിൽ ചിലർ കർത്താവിൽ വിശ്വസിച്ചെന്ന. ഉടനെ 31-ാം വാക്യത്തിൽ കർത്താവ് യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് ഒന്ന് പരാമർശിക്കുന്നുണ്ട്. അത് ഞാന് ഒന്ന് വായിക്കാം. യഥാർത്ഥ വിശ്വാസികളും അല്ലാത്തവരും തമ്മിലുള്ള ആ വ്യത്യാസം നമുക്ക് ആ ഒരു വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. അല്ലേലോ? അല്ലേ ഫ്രോഡാണ്. അത്രയുള്ള കാര്യം. അപ്പോഴേ ഇത് നമ്മുടെ മനസ്സിൽ വേണം. വാട്ട് ഈസ് ഓൾ ദിസ് ഡിസൈപ്പിൾഷിപ്പ് അബൌട്ട്? രക്ഷിക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ പോവാ, ഇനി എന്തുവാ? ഇതിനപ്പുറത്തെ ആണ്ടുണ്ടോ? ഉണ്ട്. യഥാർത്ഥമായി കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം മനുഷ്യത്വത്തിൽ നമുക്ക് മാതൃകയായി ജീവിച്ച് ശുശ്രൂഷിച്ച കർത്താവായ യേശുക്രിസ്തുവിനെ അനുദിനം അനുഗമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അനുഗമിക്കുന്ന സംഘത്തെ ചേർക്കാനാണ് കർത്താവായ യേശുക്രിസ്തു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ മെഡിറ്റേഷനുകൾ അസ്ഥാനത്തല്ല, അത് ഗൗരവമായിട്ട് എടുക്കണം. മിക്ക പള്ളികളിലും ഇങ്ങനെ ഒരു ക്രമീകൃതമായ പഠനമില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണ്. ഇപ്പൊ ജെനുവിൻ ഫെയ്ത്ത് ഉണ്ട്. ജെനുവിൻ ഫെയ്ത്ത് അറിയണമെങ്കിൽ കറസ്പോണ്ടിങ് ഒബീഡിയൻസ് ടു ദ വേർഡ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം. ജെനുവിൻ കൺവേർട്സ് അവരുടെ ലക്ഷണം എന്ന് പറയുന്നത് a continuous abiding in the word of God. പിന്നെ നമ്മൾ ഈ ഭാഗം വിട്ട് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്. എന്നാൽ 30-ാം വാക്യത്തിൽ ഈ വലിയ വിശ്വാസം അർപ്പിച്ചവർ, കാരണം കട്ടിപ്രസംഗമായി പോയി, കൈപൊക്കി ഒക്കൂ, അതുകൊണ്ട് അവര് വിശ്വാസം അർപ്പിച്ചതാ. 31-ാം വാക്യം കഴിഞ്ഞ് അവര് കർത്താവും അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ നടന്നപ്പം 44-ാം വാക്യത്തിലൊക്കെ അവരെ വിളിക്കുന്നത് നിങ്ങള് പിശാചിന്റെ മക്കളാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെട്ടത്. നമ്മളൊരു മതമല്ല, മതത്തിന്റെ ഭാഗം ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകുകയല്ല. വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? ഫോളോയിങ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതിന് പള്ളി ആവശ്യമാണ്, പാസ്റ്ററുണ്ട്, ഇതെല്ലാം സത്യമാണ്. പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ എക്സ്പീരിയൻസിങ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഫോളോയിങ് ദ പാത്ത് that he has set before us എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവരും ഇത് കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ടോക്കുകളിലെല്ലാം പറയുന്ന ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളെ ഞാൻ ഓർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ തെറ്റിച്ചതിൻ്റെ ഉത്തരവാദിത്വം എല്ലാ മാതാപിതാക്കളും എടുത്തേ മതിയാകൂ. അത് ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ വിശ്വാസത്താൽ ഏറ്റെടുത്ത് കർത്താവായ യേശുക്രിസ്തു നമുക്ക് മാതൃകയായി കാണിച്ചു വെച്ച ആ പാതയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കണം, പപ്പ എന്തിനാ അങ്ങനെ, ഡാഡി എന്താ ഇങ്ങനെ?
എല്ലാവരും അങ്ങനെ അല്ലല്ലോ മോനെ. നമ്മൾ എല്ലാവരും കൂട്ടത്തിലല്ല. ജീസസിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. ഐ ആം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. അത് ആ കുഞ്ഞ് ഹൃദയത്തിൽ പതിയണം. അങ്ങനെ നമ്മളുടെ രീതി, സ്വഭാവം, ജീവിതം അവർക്ക് മാതൃകയായിരിക്കുന്നതോടൊപ്പം തന്നെ ദൈവവചനത്തിലൂടെ നമുക്ക് അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ ഈ ഉപദേശങ്ങളും കൊടുക്കണം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങളിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഐഹിക ജീവിതത്തിൽ അവിടുത്തെ പരസ്യ ശുശ്രൂഷയ്ക്ക് തൊട്ടു മുൻപ് പിശാച് 40 ദിവസം മരുഭൂമിയിൽ കർത്താവിനെ പരീക്ഷിക്കുന്ന അരങ്ങമാണ്. അതിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഈ പ്രലോഭനങ്ങളുടെ സന്ദർഭമാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു. 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. 3-4 വാക്യങ്ങളിൽ അത്ഭുതകരമായി അപ്പമുണ്ടാക്കാനുള്ള പ്രലോഭനമാണ്. അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച നമ്മൾ ആ ഭാഗമാണ് ചിന്തിച്ചത്. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് 2 വാക്കിൽ ഞാൻ ഒന്ന് വിശദീകരിക്കാം. എന്നാൽ അതിനു മുമ്പ് 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് രണ്ടാമത്തെ ടെംപ്റ്റേഷൻ, പിശാചിനെ നമസ്കരിക്കാനുള്ള പ്രലോഭനം. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 3-ാമത്തെ പ്രലോഭനം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ സംരക്ഷണം പരീക്ഷിക്കാനുള്ള പ്രലോഭനമാണ്. പിന്നെ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 13-ാം വാക്യത്തിൽ പിശാച് കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അതാണ് 13-ാം വാക്യം. ഇനി ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഇതിനോടകം നമുക്കറിയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അതുപോലെ പിതാവിന്റെ അപ്രൂവൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞാണ് ആത്മാവ് കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കണ്ടു 40 ദിവസവും പിശാച് കർത്താവിനെ പരീക്ഷിക്കുകയായിരുന്നു. അതിന്റെ ഏറ്റവും അവസാനം കാണുന്ന 3 പരീക്ഷകളാണ് ഈ വായിച്ച 12 വാക്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷെങ്കിൽ ഏറ്റവും ക്രൂരമായ പിശാചിന്റെ തന്ത്രങ്ങൾ ആകാനാണ് സാധ്യത.
അപ്പൊ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പിശാചിന് തോൽപ്പിക്കണം. പക്ഷെ നമുക്കറിയാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജയാളിയായി അവിടുന്ന് മുന്നോട്ട് പോകുന്നു, പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങും. എങ്ങനെയാണ് അവിടുന്ന് ജയാളിയായതെന്നൊക്കെ ഇതിനോടകം നമ്മൾ ചിന്തിച്ചതാണ്. ഒന്നുകൂടെ ഞാനതൊന്ന് പറയാം. എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിക്കുന്നത്? നാമും പരീക്ഷിക്കപ്പെടും. പരീക്ഷിക്കപ്പെടുമ്പോൾ അവിടുത്തെ മനുഷ്യത്വത്തിൽ കർത്താവായ യേശുക്രിസ്തു കൈകാര്യം ചെയ്ത, ഉപയോഗിച്ച അതേ കാര്യങ്ങൾ നമുക്കും അവൈലബിൾ ആണ്. പരീക്ഷണ ഘട്ടത്തിൽ നമ്മൾ തോറ്റുപോകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ജയാളിയായ കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന നമ്മൾക്ക് അവിടുത്തെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അവിടുന്ന് ആത്മാവിന്റെ ശക്തിയിലാണ് ആശ്രയിച്ചത്. ആത്മനിറവ്, ആത്മാവിനാൽ നടത്തപ്പെട്ടു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുകയായിരുന്നു. അവിടുന്ന് ദൈവത്തിന്റെ വചനത്താലാണ് അവിടുന്ന് ജയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ആവർത്തന പുസ്തകം ഒരു പക്ഷെങ്കിൽ അവിടുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. ആവർത്തന പുസ്തകം 8:3, 6:13, 16 ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ 3 പരീക്ഷകളെ കർത്താവ് അതിജീവിക്കുന്നത്. ശരിക്കും ഇങ്ങനെയാണ് ആത്മാവിന്റെ വാളാകുന്ന ദൈവത്തിന്റെ വചനം ഇഫക്റ്റീവായി ഉപയോഗിക്കേണ്ടതെന്ന് കർത്താവ് നമുക്ക് ഒരു മാതൃക തരികയാണ്. ഈ നല്ല മാതൃക നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പരീക്ഷാ ഘട്ടങ്ങളിൽ നമ്മൾക്ക് സ്വീകരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നമുക്കും ജയിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ പരീക്ഷണങ്ങൾ, ഈ ടെംപ്റ്റേഷനുകൾ കർത്താവ് ജയിച്ചത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പ്രധാന കാര്യം, ഏതൊക്കെ പ്രലോഭനങ്ങൾ, തന്ത്രങ്ങളാണ് പിശാച് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അനുദിനമുള്ള ഈ ആത്മീയ യുദ്ധത്തിൽ യേശു എങ്ങനെയാണ് ജയിച്ചത്, അതേ ആയുധങ്ങൾ നമുക്കും തന്നിട്ടുണ്ട്. നമുക്കും അത് പ്രയോഗിച്ച് ജയിക്കാൻ കഴിയും. ജയാളികളായി നമ്മളാകണം എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ 3-4 വാക്യത്തിൽ നിന്ന് ഫസ്റ്റ് ടെംപ്റ്റേഷൻ നമ്മൾ ഓൾറെഡി നോക്കിയിരുന്നു. ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. എന്താണ് വാസ്തവത്തിൽ ഇവിടെ പിശാചിന്റെ പ്രലോഭനം എന്ന് പറയുന്നത്? ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണോ? അങ്ങനെയില്ല. 40 ദിവസമായി ഉപവാസത്തിലാണ്. അതികഠിനമായി അതിന്റെ അവസാനം വിശന്നു. ആ സമയം നോക്കിക്കൊണ്ട് പിശാച് പ്രലോഭനങ്ങൾ അഴിച്ചു വിടുകയാണ്. ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ചില വൾണറബിൾ മൊമെന്റ്സിലാണ് പിശാച് പെട്ടെന്ന് അടുത്ത് വന്ന് നമ്മുടെ ഗാർഡ്, നമ്മൾ അലേർട്ടാകാത്ത ചില നിമിഷങ്ങൾ, അത് ചിലപ്പോൾ ആത്മീകമായിട്ടൊരു വലിയ ഉച്ചകോടിയിൽ നിൽക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ വിശന്ന് തളർന്ന് ഒക്കെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കാം. ശരിക്കും ഇവിടുത്തെ ഇതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. പിതാവാം ദൈവം പ്രസ്താവിച്ചതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ പിശാച് അടുത്ത് വന്ന് ഈ പ്രലോഭനങ്ങൾ അഴിച്ചു വിടുമ്പോൾ അതിൽ അന്തർലീനമായി കിടക്കുന്ന ആശയമാണ്, ഇത് ശരിയാണോ? പ്രിയപുത്രനാണോ? പ്രിയപുത്രൻ എന്ന നിലയിൽ പ്രിയപുത്രനാണല്ലോ. ആണെങ്കിൽ ഇങ്ങനെ വിശന്ന് ഇങ്ങനെ കിടക്കാൻ പിതാവ്, ഒരു സ്നേഹമുള്ള പിതാവ് അനുവദിക്കുമോ? ശരിക്കും ഇസ്രായേൽ ജനം അവിശ്വസ്തരായിരുന്നിട്ടും 40 വർഷത്തെ അവരുടെ മരുഭൂമി യാത്രയിൽ പിതാവ് അവർക്ക് ടേക്ക് കെയർ ചെയ്തില്ലേ? ആ പിതാവ് ഈ പറയുന്നത് പോലെ സ്നേഹമുണ്ടെങ്കിൽ why is he not providing for you? അതുകൊണ്ട് ഇനിയിപ്പൊ നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. You are the son of God. You have the anointing. You have the power of God. എല്ലാ കാര്യവും പിതാവിനോട് ചോദിച്ച് സബ്മിസീവായിട്ടൊന്നും ചെയ്യണമെന്നില്ല. Use the power.
and satisfy your hunger. അപ്പൊ പിതാവും പുത്രനും തമ്മിലുള്ള ആ അണ്ടർസ്റ്റാൻഡിങ്, അവിടുത്തെ ഹ്യൂമാനിറ്റിയിൽ പൂർണ്ണമായി പുത്രൻ പിതാവിന്റെ നടത്തിപ്പിൽ കീഴിലായിരിക്കും, സബ്മിസീവ് ആയിരിക്കും. മാത്രമല്ല, ആത്മാവിനാൽ നടത്തപ്പെട്ടു എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും 1-ാം വാക്യത്തിൽ. അങ്ങനെ ഇപ്പൊ നടത്തിപ്പൊന്നും വേണ്ട, നിനക്കതിനുള്ള ശക്തിയുണ്ട്. അനോയിന്റിങ് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ള ഒരു വലിയ ഒരു തന്ത്രമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ശരിയാ, മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു, ഇനിയിപ്പോ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. യു ആർ ഫാമിസ്ഡ്, സഹിക്കാൻ കഴിയാത്ത ഒരു ഹങ്കറാണ്. അപ്പൊ ഇതിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരുന്നു. അനേക ആളുകൾ ഇന്ന് ഈ ഒരു കാര്യത്തിൽ ജയിക്കാൻ കഴിയാതെ തോറ്റുപോവുകയാണ്. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ, ചില സ്ഥിതികളിലൂടെ കടന്നു പോകുമ്പോൾ ശത്രു വിരിക്കുന്ന വലയ്ക്കകത്തകപ്പെട്ടു പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഉണ്ട്. ന്യായമായ ആവശ്യങ്ങളാണ്. ആ ന്യായമായ ആവശ്യങ്ങളെ ഊതി വീർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഗൈഡൻസിൽ നിന്ന് നമ്മളെ മറിക്കത്തക്കവണ്ണം, ആത്മാവിന്റെ ലീഡിങ്ങിൽ നിന്ന് മറിക്കത്തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ശുശ്രൂഷയുടെ അനോയിന്റിങ് താല്പര്യങ്ങൾക്ക് വേണ്ടി ആത്മാവിന്റെ നടത്തിപ്പില്ലാതെ പ്രയോഗിക്കാൻ, വ്യക്തിപരമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഉള്ള ഈ പ്രലോഭനം കഠിനമായ പ്രലോഭനമാണ്. അതുവഴി കടക്കണം. ജീസസ് ഹാസ് ദ പവർ ടു മേക്ക് സ്റ്റോൺസ് ഇൻടു ബ്രെഡ്. പക്ഷെ കർത്താവിടെ ജയിക്കുന്ന കണ്ടോ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. മത്തായി 4:4 ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. നോ, I will be led by the Spirit. ആത്മാവ് എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു എങ്കിൽ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ തന്നെ ഞാൻ നിൽക്കും. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾ, അതിന്റെ കാഠിന്യതയുടെ വെളിച്ചത്തിലല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താലാണ്. ദൈവം പറയാതെ I will not do anything. My Father is in control. The Holy Spirit is leading me. Father പറയാതെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യത്തില്ല. Father പറയാതെ I will do nothing. I am submissive to the Father. അങ്ങനെ കർത്താവ് ആ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ജയിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇവിടെ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാം. അഭിഷക്തനായ കർത്താവ് ആത്മാവിനാൽ നടത്തപ്പെട്ട് മരുഭൂമിയിൽ വന്നു പിശാച് പ്രലോഭനങ്ങൾ അഴിച്ചുവിടുമ്പോൾ അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ആദ്യത്തെ കാര്യം, it is the word of God. Okay. The Spirit led Jesus. He was full of the Holy Spirit. Full of the Holy Spirit, being controlled by the Holy Spirit. ഒരു മാർക്കാണ് to be led by the Holy Spirit. Led by the Holy Spirit ആളുകൾ, they speak the word. They are controlled by the word. വിശുദ്ധ തിരുവെഴുത്തുകൾ, കർത്താവ് ആവർത്തന പുസ്തകത്തിൽ we have the 66 books of the Bible. ആത്മാവാണ് ഇത് ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത്. ഓരോ വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഓർമ്മയിലേക്ക് ആത്മാവ് കൊണ്ടുവരുന്ന വചനങ്ങളെ we speak it. Not just speaking, we live it. നമ്മളത് അനുസരിക്കാൻ വേണം. ചില ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെ വാഗൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. No, we have to live it. Praise the Lord. ഈ മാതൃക
ഈ നല്ല ഒരു എക്സാമ്പിൾ എല്ലാ ദിവസവും അനുകരിക്കുവാൻ നമ്മൾക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. ഞാന് നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 12-ാം വയസ്സായപ്പോഴത്തേക്ക് the word was stored in his heart. യേശുവിന്റെ ഹ്യൂമാനിറ്റിയിൽ as God, he is omniscient, but as man, he studied the scriptures. 12-ാം വയസ്സായപ്പോഴത്തേക്കും ബൈബിൾ സ്കോളേഴ്സ് amazed ആയി. Listen to me very carefully. ദൈവവചനം വായിക്കുന്നതും ഹൃദയസ്ഥമാക്കുന്നതും ധ്യാനിക്കുന്നതും ചുമ്മാതല്ല, ഹൃദയത്തിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വചനമാണ്. പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ എങ്ങോട്ട് തിരിയണമെന്നറിയാതിരിക്കുമ്പോൾ the Holy Spirit will bring it alive into your heart. അതിനകത്താണ് ദൈവ പൈതൽ ഊന്നേണ്ടത്. അതനുസരിച്ചാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. അപ്പം ജീവിക്കാൻ വേണം, പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സിറ്റുവേഷന് ഫാദറിന്റെ ഹിതം ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും. എൻ്റെ ഫിസിക്കൽ നീഡിനേക്കാളൊക്കെ വലുതാണ് my father's counsel. He had all the words stored in his heart. The Spirit led him, and the Spirit brought all this into remembrance and spoke the word. He lived the word. ഇത് നമുക്ക് കോപ്പി ചെയ്യുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആത്മാവിനാൽ ഇടയായി തീരട്ടെ. 5 മുതലുള്ള വാക്യങ്ങൾ. The second temptation. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. അപ്പൊ ആദ്യത്തെ പരീക്ഷയിൽ തോറ്റുപോയി പിശാച്. എന്നിട്ടും മാറാതെ പിന്നെയും പിതാവാം ദൈവത്തിന് കർത്താവിനോടുള്ള സ്നേഹത്തെ സംശയിപ്പിക്കാനായി അടുത്ത അപ്രോച്ചാണ്. ഒരിക്കൽ നിങ്ങൾ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. 40 ദിവസം പരീക്ഷിച്ചു കേട്ടോ. ഇത് ക്ലൈമാക്സിലെ 3 എണ്ണമാണ്. Satan is so persistent. നമ്മൾ ഓർക്കും ഇത് കഴിഞ്ഞല്ലോ, ഓ പ്രൈസ് ദി ലോർഡ്. ഇല്ല, അടുത്തത് അതിന്റെ പുറകിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യേശു ചെയ്താൽ മതി. ജീസസ് ഈസ് ഓൾസോ പെർസിസ്റ്റന്റ്. ഓക്കെ, ഒന്നിനു പുറകെ ഒന്നായി പിശാചിന്റെ അസ്ത്രങ്ങൾ എയ്യുമ്പോൾ നമ്മൾ ക്ഷീണിക്കുകയല്ല. നാമും ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മാവിന്റെ നടത്തിപ്പിലും ദൈവത്തിന്റെ വചനത്തിലും അടിയുറച്ച് നിൽക്കണം. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങളെ വാക്യം ഒന്ന് നോക്കിക്കേ. 5-ാം വാക്യത്തിന്റെ പ്രാരംഭമാണ്. മത്തായിയുടെ സുവിശേഷം 4:8 നിങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്നൊരു മലമേൽ ഓൺ ടു എ ഹൈ മൗണ്ടൻ എന്ന് കാണുവാൻ കഴിയും. അപ്പൊ മരുഭൂമി താഴ്വരയിൽ നിന്ന് മലമേൽ ആ സാഹചര്യം ഒന്ന് മാറിയാൽ അവിടെ പിശാചിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടുമെന്നും കണ്ടാണോ? 3 പരീക്ഷണങ്ങളിലും 3 ലൊക്കേഷൻസ് ആണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ പഠനത്തിന് ഞാൻ അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, പിന്നെ പിശാച് അവനെ മേലോട്ട് കൊണ്ടുപോയി എന്നൊരു പദപ്രയോഗം. The devil led Jesus up. ഇത് നമുക്ക് ഒരു
കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാകരുത്. നമുക്കറിയാം 1-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മാവാണ് കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത്. അപ്പൊ ഇവിടെ പിശാച് കൂട്ടിക്കൊണ്ടു പോയെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സർവാധിപത്യത്തിന്റെ കീഴിലും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും കൺട്രോളിലുമാണ് ഇതെല്ലാം അനുവദിക്കപ്പെട്ടതെന്നത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ പിശാചിന്റെ എല്ലാ നിയന്ത്രണവുമാണ്, പിശാചാണ് ഇനിയും തുടർന്ന് നടത്തുന്നത് എന്ന ചിന്ത നമുക്കരുത്. ആത്മാവാണ് കർത്താവിനെ ഇനീഷ്യലായിട്ട് ലീഡ് ചെയ്തത്. ആത്മാവാണ് ഇപ്പോഴും ഫുൾ കൺട്രോൾ. ഡെവിൾ അല്ല. ഡെവിളിനെ അനുവദിക്കപ്പെട്ട സീമയിൽ മാത്രമേ അവന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. എങ്ങനെയാണ് ഈ ഉയർന്ന ഈ മലമേൽ പോയത്? സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചേ. ചിലപ്പോ കർത്താവ് മലയുടെ മുകളിലോട്ട് കാൽനടയായി കയറിപ്പോയതായിരിക്കാം. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു അത്ഭുതകരമായ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മേ ബി ജസ്റ്റ് walk his way up the mountain. എന്നിട്ട് അവിടെ ലോകത്തിലെ സകല രാജ്യങ്ങളെയും, വാക്ക് ശ്രദ്ധിക്കണം, ക്ഷണനേരത്തിൽ അവന് കാണിച്ചത്. മത്തായി 4:8 ഒരു കാര്യം കൂടെ ഉണ്ട്. ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. അപ്പൊ കാണിച്ചു എന്നൊരു പ്രയോഗം. പിശാച് ആഗ്രഹിക്കുന്നത് വളരെ കൃത്യമായി കർത്താവ് ഇത് കാണണം, ഓഫർ ശരിക്ക് കാണണം, എന്നിട്ട് വേണം കർത്താവിനെ കഷ്ടാനുഭവങ്ങളും ക്രൂശിൽ നിന്നും വ്യതിചലിച്ച് ടെംപ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്യിപ്പിക്കാൻ കാണിച്ചു. അപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. ഈ 40 ദിവസം ഉപവസിക്കാൻ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു. അതെ. അപ്പൊ അതിനിടയ്ക്ക് പിശാച് കാണിച്ചത് കണ്ടു. അപ്പൊ കാണുന്നതെല്ലാം വിവേചിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്ഷണനേരത്തിൽ കാണിച്ചു. 2 തരത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ഒരു സൂപ്പർ നാച്ചുറൽ വിഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ക്ഷണനേരത്തിൽ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം കൂടെ കാണണമെങ്കിൽ അല്ലാതെ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഒരു പക്ഷെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഒരു വിഷനായിരിക്കാം. പിശാചിന് ആ നിലയിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ട്. അങ്ങനെ ലോക രാജ്യങ്ങളെല്ലാം വിഷ്വലായിട്ട് കർത്താവിന്റെ കൺമുൻപിലൂടെ കടന്നു പോകത്തക്കവണ്ണം ഉള്ള ഒരു കാഴ്ച ആകാം. എന്നാൽ മറ്റു ചിലർ ചിന്തിക്കുന്നത് ഈ മൗണ്ടന്റെ മുകളിലേക്ക് കയറി അവിടെ നിൽക്കുമ്പോൾ സിംബോളിക്കലി കണ്ണത്താ ദൂരത്ത് എല്ലാ ദിക്കുകളിലും കാണുമ്പോൾ അന്നുള്ള രാജ്യങ്ങൾ, വരാൻ പോകുന്ന കിങ്ഡമുകൾ, ഇതൊക്കെ അപ്പൊ കാണുന്നത് ആലങ്കാരികമായി വരാൻ പോകുന്ന എല്ലാത്തിനെയും കൂടെ കാണിച്ചു എന്നൊരു ചിന്ത പലർക്കും ഉണ്ട്. എന്റെ വ്യക്തിപരമായ ചിന്തയിൽ ഞാൻ കുറച്ചുകൂടെ ലീൻ ചെയ്യുന്നത് ആദ്യം പറഞ്ഞതാണ്. അതിന്റെ കാരണം ഇസ്രായേലിൽ അങ്ങനെ ഒരു വലിയ പടുകൂറ്റൻ മൗണ്ടൻ അങ്ങനെ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം കൂടെ വീക്ഷിക്കുന്ന അക്ഷരികമായി അങ്ങനെ ഒരു മൗണ്ടൻ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. 6-ാം വാക്യം, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വം
നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നോക്കണേ, അപാര ഒരു പ്രപ്പോസൽ, അപാര ഒരു ഓഫർ. കർത്താവായ യേശുക്രിസ്തു വന്നത് പിതാവാം ദൈവം ഈ രാജ്യം എല്ലാം പുത്രന് കൊടുക്കും. പക്ഷെ ഇവിടെ ഒരു ഓഫർ. എന്തിനാ അത്രയൊക്കെ വെയിറ്റ് ചെയ്ത് ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്? ഇപ്പൊ കിട്ടുമല്ലോ. യോഹന്നാൻ 12:31, യോഹന്നാൻ 14:30, യോഹന്നാൻ 16:11, ഇവിടെയൊക്കെ പിശാചിനെ ലോകത്തിന്റെ പ്രഭു എന്ന ടൈറ്റിലാണ് വിളിക്കുന്നത്. 2 കൊരിന്ത്യർ 4:4 നമുക്ക് അറിയാവുന്ന ഒരു പ്രയോഗം, ഈ ലോകത്തിന്റെ ദൈവം. എഫേസ്യർ 2:2, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. The devil is the prince of the power of this air. അപ്പൊ പിശാച് ഈ പ്രപ്പോസൽ വെക്കുമ്പോൾ പിശാചിന്റെ അധികാരം നിങ്ങൾ മനസ്സിലാക്കുക. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു കൊടുത്തിട്ട് ഓഫർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ ദൈവം എന്നൊക്കെ പറയുമ്പോഴും പിശാച് അക്ഷരാർത്ഥത്തിൽ ഈ ലോകത്തെ ഒന്നും സ്വന്തമാക്കിയിട്ടില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പിന്നെ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ദുഷിച്ച ലോക വ്യവസ്ഥിതിയെ ആ പിശാച് കൺട്രോൾ ചെയ്യുന്നു, ഡോമിനേറ്റ് ചെയ്യുന്നു. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന, ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്, ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്. അത് ദൈവവിരുദ്ധമാണ്, ക്രിസ്തുവിരുദ്ധമാണ്, സത്യവിരുദ്ധമാണ്, കുടുംബവിരുദ്ധമാണ്. അങ്ങനെ ഈ ലോക വ്യവസ്ഥിതിയെ നിയന്ത്രിക്കുന്നവനാണ് ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച്. ഇൻ ദാറ്റ് സെൻസ് he is in control of the world, not in the sense that he owns the world. ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, ഇതിന്റെ മഹത്വം എല്ലാം ഓഫർ ചെയ്യുകയാണ്. അപ്പൊ പിശാചിന് ശരിക്കറിയാം കർത്താവ് വന്നിരിക്കുന്നത് ഈ ലോകത്തെ വിടുവിക്കാനാണ്. അപ്പൊ ഇവിടുത്തെ എന്തുമാണ് ആ പ്രധാന ടെംപ്റ്റേഷൻ? യു ഡോണ്ട് നീഡ് ടു ഗോ ടു ദ ക്രോസ്. ഇപ്പോഴേ ഞാനത് പാരഫ്രൈസ് ചെയ്യുക കേട്ടോ, അതൊന്ന് പാരഫ്രൈസ് ചെയ്യുകയാണ്. പിശാചിങ്ങനെ നമ്മളുടെ ഒരു അനുമാനമാണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാം. ഇപ്പൊ ആരും ഇവിടെ ഇല്ല, നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ. എനിക്കറിയാം നീ വന്നിരിക്കുന്ന ഇതെല്ലാം കൂടെ നേടാനാണ്. എന്തോ ഉണ്ട് ഇപ്പൊ കയ്യില്. 40 ദിവസം ഉപവസിക്കായിരുന്നു, പട്ടിണിയാ, ഒന്നുമില്ല. പിന്നെ വേറെ വല്ലതും ഉണ്ടോ ഇൻവെസ്റ്റ്മെന്റ്? ഒന്നുമില്ല. ആ ഇട്ടിരിക്കുന്ന വസ്ത്രമേ ഉള്ളൂ. എന്തായി? ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ അവസാനം ഈ കഷ്ടങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് ഒടുവിൽ ക്രൂശിൽ കയറി ഈ ദാരുണമായ മരണത്തിന്റെ വല്ല ആവശ്യമുണ്ടോ? എനിക്ക് ഇവിടെ വേറെ ആരുമില്ല. ഇതൊക്കെ ഞാൻ തന്നേക്കാം, ഇത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. എന്തിനാണ് ഈ കഷ്ടമൊക്കെ അനുഭവിക്കുന്നത്?
ഏതായാലും പിതാവ് ഇത് തരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 2:8 എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. അപ്പോൾ പിതാവാം ദൈവം പുത്രന് വാഗ്ദത്തം ചെയ്തതാണ് ദ കിങ്ഡംസ്, ദ വേൾഡ്. പിശാചിന് നന്നായിട്ട് അറിയാം. The devil is offering a shortcut. Why go to the cross? Why do you want to suffer? നമ്മൾ ദിവസവും അനുഭവിക്കുന്ന ഒരു ടെംപ്റ്റേഷനാണ്. ജീസസ് അതിന്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള അതിന്റെ പവറിൽ അനുഭവിക്കുകയാണ്. അല്ല, ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് എന്താ കാര്യം? തലചായ്പാൻ ഇടമുണ്ടോ? ലൂക്കോസ് 9:58 അങ്ങനെയല്ലേ പറയും, തലചായ്പാൻ മനുഷ്യപുത്രന് ഇടമില്ല. തന്നെയല്ല, സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ സ്വീകരിച്ചോ? റിജക്റ്റഡ് ബൈ ഓൾ ദ പീപ്പിൾ. ഇനിയും ഗെത്സമനയിലോട്ട് പോണ ആഗണി. അവസാനം പിതാവാം ദൈവം പോലും forsake എന്ന അനുഭവം. അന്നേരമല്ലേ എന്റെ ദൈവമേ അങ്ങ് എന്നെ കൈവിട്ടതെന്ന്. എന്തിനകത്തോടൊക്കെ പോകുന്നു? പിതാവ് വെച്ച വാഗ്ദത്തം, ഷോർട്ട് കട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കൃത്യമായിട്ടും ബൈപാസ് ദ ക്രോസ്. അതാണ് ഇവിടുത്തെ സജഷൻ. സഫറിങ്സ് ഇല്ലാതെ, ക്രൂശ് എടുക്കാതെ പ്രാപിക്കുക. ഞാൻ ഒരനുഭവം നിങ്ങളോട് പറയാം. ദൈവത്തിന്റെ കൃപയെക്കുറിച്ചുള്ള ഒരു അനുഭവം. കൃപ പക്ഷെ നടന്ന സംഭവം. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ തരും വ്യക്തിപരമായി, എല്ലാം ബിബ്ലിക്കൽ വാഗ്ദത്തങ്ങൾ. ആ വാഗ്ദത്തത്തിന് വേണ്ടി ഒരു കോംപ്രമൈസും എങ്ങും ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തെ ഓർത്ത് ദൈവത്തെ സഹായിക്കേണ്ട. ദൈവം ദൈവത്തിന്റെ പുത്രന് വെച്ചിരിക്കുന്ന വഴി, it was a path of suffering and of the cross through which he would conquer the world. എന്റെ മകന് ദീർഘവർഷങ്ങൾ പാസ്പോർട്ട് ഇല്ലായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചു വന്നു. അപ്പോൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്ന സമയം വന്ന് അപ്ലൈ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമായി. പ്രശ്നം ഇത്രയേ ഉള്ളൂ, അദ്ദേഹം ജനിച്ചത് ഗൾഫിൽ ഒരു രാജ്യത്തിലാണ്. 30 ഇപ്പൊ ഞാനിത് പറയുന്ന ഇപ്പൊ ചില വർഷങ്ങളായി, 30 ചിലവാനം വർഷങ്ങൾക്ക് മുമ്പ്. അതിന്റെ ഒരു റെക്കോർഡ് ഞങ്ങളുടെ കയ്യിൽ. അന്ന് മാതാപിതാക്കളാകുന്ന ഞങ്ങൾ പോകുമ്പോൾ ആരുടെയോ പാസ്പോർട്ടിലായിരുന്നു. ഇത് പാസ്പോർട്ട്സ് ഒക്കെ മാറി. പക്ഷേ റിയാലിറ്റി അതാണ്, that he was born in the Gulf. അപ്പൊ പാസ്പോർട്ട് ഓഫീസിൽ ഞാൻ ചെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മുൻപിൽ നിൽക്കുക. അദ്ദേഹം പറഞ്ഞു തരാനൊക്കത്തില്ല, കാരണം ഡോക്യുമെന്റ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അറിയാവുന്ന പലരെയൊക്കെ കോണ്ടാക്ട് ഒക്കെ ചെയ്ത് നോക്കി, 1-2 തവണ പോയി, അവർ തരത്തില്ല. അപ്പൊ ഒരു ഓപ്ഷൻ ഞങ്ങൾക്കുണ്ട്. ഏതായാലും ഒരു ഡോക്യുമെന്റും ഇല്ല, ആർക്കും ഇതൊന്നും അറിയത്തില്ല, അയിരൂര് നിങ്ങൾ എഴുതി വിട്ടാ പോരെ. ജനിച്ചത് എവിടാ? അയിരൂര് ജനിച്ചു. 30 വർഷം മുമ്പ് നടക്കുന്ന തെളിയും കാര്യം കഴിഞ്ഞില്ല. ചില വിദഗ്ധരായ ആളുകൾ എന്നോട് ആ ഉപദേശമാണ് തന്നത്.
ഇതാരുടെ ഒന്നും പിടിച്ചു പറിക്കുന്ന കാര്യമല്ല. നമുക്കൊരു മോനുണ്ട്, ജനിച്ചത് ശരിയാ വെളിയിലാണ്, ശരിയപ്പോ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല, ഈ 500 എഴുതി വിട്ടാൽ മതി. എത്ര നൈസായില്ലേ? ശരിക്കും 500 എഴുതി വിട്ടാൽ മതി, ഒരു പ്രശ്നവും. ഞാൻ എന്റെ മോനോട് പറഞ്ഞു, മോനെ, വി വിൽ നോട്ട് ഡു ദാറ്റ്. ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. ദാറ്റ്സ് എ ലൈ. അങ്ങനെ പറയാൻ ദൈവം എനിക്ക് കൃപ തന്നു. അവന് ദൈവം കൃപ കൊടുത്തു ഞാൻ പറഞ്ഞ പോലെ അനുസരിക്കാൻ. ഞാൻ അവനോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, മോനെ, സപ്പോസ് യു നെവർ ഗെറ്റ് ദി പാസ്പോർട്ട്, ഡസന്റ് മാറ്റർ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഹി ഓൺലി ട്രാവൽഡ് ഇൻ പാലസ്റ്റൈൻ, and whatever he preached and his words are still going around the world. അവിടുന്ന് പാലസ്റ്റൈൻ വിട്ടുപോയില്ല. പക്ഷെ അവിടുത്തെ ശബ്ദമാണല്ലോ ഇന്നും നമ്മളെല്ലാം പ്രീച്ച് ചെയ്യുന്നത്, അല്ലേ? എന്തോ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു, I don't know what to call, maybe I was very stubborn. I wouldn't compromise. And God gave him the grace to humbly submit to what I said. അവന് വേണേ പറയാം, പപ്പ, okay, that's your argument, that's fine, but I like to put Airur. ഇപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തതില്, ആൻഡ് വി ട്രൈഡ് അവർ ബെസ്റ്റ്. ഞങ്ങൾ ആ ഗൾഫ് രാജ്യത്തില് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ ഒക്കെ ചെയ്തു. എന്തോ ഒരു ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് ഞാൻ പറയാം. The next time, I think that was the third time, possibly, I don't really remember. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് മുൻപിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ, he didn't say a word. അദ്ദേഹം അത് സാങ്ഷൻ ചെയ്തു. അദ്ദേഹം ഒരു അക്രൈസ്തവനായിരുന്നു, പ്രിയരെ. God moved. ഞങ്ങൾ ഒരു കോംപ്രമൈസും വരുത്തിയില്ല. സപ്പോസ് കോംപ്രമൈസ് ചെയ്ത് ഈ പാസ്പോർട്ട് കിട്ടി അവൻ ഈ ലോക രാജ്യങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന, നമ്മുടെ ക്ലെയിം ഇതാണ്, വാക്തത്വമുണ്ട്. There is no need for any shortcut. ദൈവത്തിന് ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം, ഒരു കാര്യം നമുക്ക് തരണമെങ്കിൽ, God has his way. We trust God. We humbly yield to him. That's Christianity. പക്ഷെ ഞാൻ അടിവരയിട്ട് പറയാം, അതൊരു മനുഷ്യന്റെ ഹ്യൂമൻ ബലത്തിൽ നടക്കത്തില്ല. ഗ്രേസ് അലോൺ. ഗ്രേസ് അലോൺ. പിതാവാം ദൈവം പുത്രന് കിങ്ഡംസ് കൊടുക്കും. But the way is the way of the cross. ഇവിടെ ഓഫർ വരുന്നത് ഇപ്പൊ തരാം. എന്താ, എന്തിനാ ഇത്? അതും 3 വർഷം എടുത്ത് ഇതെല്ലാം സഫർ ചെയ്ത് വീടില്ലാതെ നടന്ന് ഇതൊക്കെയല്ലേ? എന്തിനാണ് ഈ 3 വർഷം? ഇപ്പൊ തരാമല്ലോ. നമ്മൾ മാത്രമേ ഉള്ളൂ, ഒന്നും ആരും കാണത്തില്ല. ഒന്ന് വീണ് ഒന്ന് നമസ്കരിച്ചാൽ മതി, ആരും അറിയത്തില്ല, ആരോടും പറയത്തില്ല. സൺ ഓഫ് ഗോഡിനെ സാത്താൻ പരീക്ഷിക്കുകയാണ്. അലയൻസ് വിത്ത് ഹിം, ലീവ് ദ ഫാദർ, ലീവ് ഹിസ് ലവ്, and we will rule the world. What a temptation. ഈ പ്രിൻസിപ്പിളാണ് വ്യത്യസ്ത നിലകളിൽ പല പ്രലോഭനങ്ങളായി നമ്മൾ ഓരോരുത്തരും ഓരോ സമയങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. വാസ്തവത്തിൽ ഈ ടെംപ്റ്റേഷനില് ഇംപേഷ്യന്റ് ആകാനാ. ദൈവത്തിന്റെ വഴിയുണ്ട്, സാത്താന്റെ വഴിയുണ്ട്. ഡു ദ വിൽ, ഇത് ദൈവത്തിന്റെ ഹിതമാ. പക്ഷേ യു ഗോട്ട് എ
എന്താ? ഈസി വേ ഔട്ട്. ഇറ്റ് ഈസ് ഈസി ടു പ്രീച്ച്, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ജീസസ് എന്താ അവിടെ പറയുന്നത്? യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആവർത്തന പുസ്തകം 6:13 കർത്താവ് കോട്ട് ചെയ്യുകയാണ്. ആ ശത്രുവിന്റെ അസ്ത്രത്തെ കർത്താവ് അവിടെ തോൽപ്പിക്കുകയാണ്. ഈ ടെംപ്റ്റേഷനിലെ പ്രധാന വിഷയം ഇതാണ്: ദി എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്. God wants you to have the kingdom. So you take a different route. So what? Praise the Lord. അതിനെ കർത്താവ് തോൽപ്പിക്കുകയാണ്. പിതാവിന് ഈ കിങ്ഡംസ് ഓഫ് ദ വേൾഡ് കർത്താവിന് കൊടുക്കണം. ഡെവിളിനും ഈ കിങ്ഡംസ് ഓഫ് ദ വേൾഡ് കർത്താവിന് കൊടുക്കണം. രണ്ട് വഴിയാണ്. One is the way of the cross. Avoid the cross. By the way, ഇത് തന്നെയല്ലേ പത്രോസ് പറയുന്നത്? നിനക്കങ്ങനൊന്നും സംഭവിക്കരുത്. എപ്പോഴാ പറഞ്ഞത്? ഞാൻ യെരൂശലേമിലേക്ക് പോകും. I will suffer there. I will have to be crucified. No. ഒരിക്കലും. പ്രധാനപ്പെട്ട ഒരു ശിഷ്യനിലൂടെയും ഇതേ ശബ്ദമാണ് കേൾക്കുന്നത്. അവോയ്ഡ് ദ ക്രോസ്. 5 അപ്പവും 2 മീനും കൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിച്ചു കഴിഞ്ഞ് കമ്മിറ്റിക്കാരെല്ലാം കൂടി പറയാ, എടേ ഇത് കൊള്ളാമല്ലോ, നമുക്ക് ഇവനെ അങ്ങ് രാജാവാക്കിയാലോ. കർത്താവ് അപ്പോഴേ ശിഷ്യന്മാരോട് പറഞ്ഞു വണ്ടി വിട്ടോളാൻ. അപ്പോഴേ വണ്ടി വിട്ടു. കർത്താവ് അവരെയും പിരിച്ചു വിട്ടിട്ട് ഉയർന്ന മലയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുക. ഇത് തന്നെയാ, we will make you king. Avoid the cross. ക്രൂശിലാണ് ശത്രുവിന്റെ തല ചതയ്ക്കപ്പെടുന്നത്. Avoid the cross. ദൈവത്തിന്റെ ഹിതത്തിൽ നിൽക്കുക പ്രിയരെ. ദൈവത്തിന്റെ ഹിതത്തിൽ നിൽക്കുക. ഹിതത്തിൽ നിന്ന് ദൈവം ഇത് തരാൻ ആഗ്രഹിക്കുന്നു. അതിന് വളഞ്ഞ വഴി വേണ്ട. വളഞ്ഞ വഴി വേണ്ട. ആ പ്രലോഭനത്തെ നമ്മൾക്ക് കാണുവാൻ, നമ്മുടെ ഡെയിലി ലൈഫിൽ അത് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് അതാത് സമയങ്ങളിൽ എതിർത്ത് നിൽക്കാൻ കർത്താവ് നമ്മൾക്ക് കൃപ തരട്ടെ. അതേത് സാഹചര്യങ്ങളിലും വെളിപ്പെടാം. നമ്മുടെ ആർഗ്യുമെന്റ് ഇതാ. ഇതില് കർത്താവിന് എന്നെ കുറിച്ചുള്ള ഹിതം അങ്ങനെ. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിക്കട്ടെ. കർത്താവിന് നിങ്ങളെ കുറിച്ചുള്ള ഹിതം, നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ ദൈവാലോചന അറിയിക്കണം എന്നതാണെന്നിരിക്കട്ടെ. ആണോ? ആണെങ്കിൽ at the right time he will bring it to pass. എനിക്ക് ഒരു വളഞ്ഞ വഴി അതിനെടുക്കണ്ട. എനിക്കാരുടെയും കുതികാല് വെട്ടണ്ട. എനിക്കാരുടെയും നുണ പറഞ്ഞ് പരത്തണ്ട. If he wants me to go through the wilderness, if he wants me to humble myself and sit there for 10 years without preaching, so be it. അല്ലാതെ end justifies the means എന്നുള്ള തത്വമല്ല. Praise the Lord. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രലോഭനങ്ങളിൽ വലിയ ജയം ദൈവം നമ്മൾക്ക് തരട്ടെ. Always be sensitive to the Holy Spirit. Be always led by the Holy Spirit. And as the Spirit brings the word of God into your heart and mind, ഒരു നുണയ്ക്കും ഒരു കളവിനും ഏൽപ്പിച്ചു കൊടുക്കാതെ, let us follow Jesus Christ, the way of the cross. നമുക്കെങ്ങനെ way of the cross? കർത്താവിന് ലിറ്ററലി ക്രൂശിന്റെ മാർഗം. കർത്താവിനൊരു ഹിഡൻ ക്രോസ് ഉണ്ടായിരുന്നു. എന്നാൽ ലിറ്ററലി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് ക്രൂശിൽ കയറി. നമ്മുടെ ക്രോസ് എന്താ? നമ്മുടെ ഇഷ്ടം നടക്കരുത്, ദൈവത്തിന്റെ ഇഷ്ടം നടക്കണം. That's the daily bearing of the cross.
പിതാവേ, അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കണം. എന്റെ ഇഷ്ടത്തിന് ഞാൻ മരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടവും എന്റെ ഇഷ്ടവും തമ്മിൽ ഒരുമിച്ച് ക്ലാഷ് ചെയ്യുമ്പോഴാണ് ഐ die to myself and let the will of the Lord be done. God bless you.